The network data model. This is the second type of record-based data model. റെക്കോർഡ് ബേസ്ഡ് ഡേറ്റ മോഡൽസ് നമ്മൾ 3 ടൈപ്പാണ് പറഞ്ഞത്. ഹൈറാർക്കിക്കൽ ഡേറ്റ മോഡൽ, നെറ്റ്വർക്ക് ഡേറ്റ മോഡൽ ആൻഡ് റിലേഷണൽ ഡേറ്റ മോഡൽ. അപ്പോൾ തൊട്ട് മുന്നത്തെ വീഡിയോയിൽ നമ്മൾ ഹൈറാർക്കിക്കൽ ഡേറ്റ മോഡൽ കവർ ചെയ്തു. അപ്പോൾ ഈ ഹൈറാർക്കിക്കൽ ഡേറ്റ മോഡലിന് ശേഷം വന്നിട്ടുള്ള ഒരു ഡേറ്റ മോഡലാണ് നെറ്റ്വർക്ക് ഡേറ്റ മോഡൽ. ഹൈറാർക്കിക്കൽ ഡേറ്റ മോഡൽ പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു അവിടെ ഒരു ട്രീ സ്ട്രക്ചറാണ് ഫോളോ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഹൈറാർക്കിക്കൽ റിലേഷൻഷിപ്പുകൾ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ഹൈറാർക്കിക്കൽ ഡേറ്റ മോഡൽ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അവിടെ കുറച്ച് കൺസ്ട്രെയിൻസ് ഒക്കെ ഉണ്ടായിരുന്നു. 1 to many റിലേഷൻഷിപ്പുകൾ മാത്രമേ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റുള്ളൂ എന്നൊക്കെ. അപ്പോൾ അതൊക്കെയായിരുന്നു അതിൻ്റെ ഡിസഡ്വാൻറ്റേജ് ആയിട്ട് നമ്മൾ പറഞ്ഞത്. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് ഡിസഡ്വാൻറ്റേജുകളൊക്കെ ഓവർകം ചെയ്തുകൊണ്ട് അതിന് ശേഷം വന്നിട്ടുള്ളൊരു ഡേറ്റ മോഡലാണ് നെറ്റ്വർക്ക് ഡേറ്റ മോഡൽ എന്ന് പറഞ്ഞത്. ഇറ്റ് ഈസ് ഫോർമലൈസ്ഡ് ഇൻ ലേറ്റ് 1960s ബൈ ദി ഡേറ്റാബേസ് ടാസ്ക് ഗ്രൂപ്പ് ഓഫ് ദി കോൺഫറൻസ് ഓൺ ഡേറ്റ സിസ്റ്റം ലാംഗ്വേജസ്. അതായത് 1960s ഈ നെറ്റ്വർക്ക് ഡേറ്റ മോഡൽ ഫോർമലൈസ് ചെയ്യണത് ബൈ ഡേറ്റാബേസ് ടാസ്ക് ഗ്രൂപ്പ്, അല്ലെങ്കിൽ നമ്മൾ DBTG എന്ന് പറയും. ഡേറ്റാബേസ് ടാസ്ക് ഗ്രൂപ്പ് ഓഫ് കോൺഫറൻസ് ഓൺ ഡേറ്റ സിസ്റ്റം ലാംഗ്വേജസ്. അതിന് നമ്മൾ കൊഡാസിൽ എന്നാണ് ഷോർട്ടായിട്ട് പറയാറ്. ഇതൊരു കമ്മിറ്റി പോലെയാണ്, കൊഡാസിൽ കമ്മിറ്റി. അതിനകത്തുള്ള DBTG എന്ന് പറഞ്ഞിട്ടുള്ള ഗ്രൂപ്പാണ് ഇത് ഫോർമലൈസ് ചെയ്യണത്. ആൻഡ് ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ഗ്രാഫ് ഡേറ്റ സ്ട്രക്ചർ. അപ്പോൾ ഹൈറാർക്കിക്കൽ ഡേറ്റ മോഡൽ എന്ന് പറഞ്ഞാൽ ഒരു ട്രീ സ്ട്രക്ചറായിരുന്നു, ഇതൊരു ഗ്രാഫ് സ്ട്രക്ചറാണ്. നിങ്ങൾക്ക് ട്രീയും ഗ്രാഫും തമ്മിലുള്ള ഡിഫറൻസ് അറിയുന്നുണ്ടോ? ട്രീ എന്ന് പറഞ്ഞാൽ നമുക്കൊരു പാരൻറ്റ് നോഡ് ഉണ്ട്, അതിന് താഴെ കുറേ ചിൽഡ്രൻ ഉണ്ടാവാം, അതിന് പിന്നെയും ചിൽഡ്രൻ ഉണ്ടാവാം. ഇങ്ങനത്തെ ഒരു ഹൈറാർക്കിക്കൽ സ്ട്രക്ചറാണ് ട്രീ മോഡൽ എന്ന് പറഞ്ഞാൽ. ഗ്രാഫ് എന്ന് പറഞ്ഞാൽ അവിടെ ഒരു പാരൻറ്റ് ചൈൽഡ് റിലേഷൻഷിപ്പ് ഒന്നുമല്ല. അപ്പോൾ പാരൻറ്റ് ചൈൽഡ് റിലേഷൻഷിപ്പ് പോലെ ഇങ്ങനെ ഉണ്ടാവാം. അതേസമയം ഇപ്പോൾ ഒന്നിൽ കൂടുതൽ പാരൻസ് ഉള്ള പോലെ, ഇപ്പോൾ ഒരു നോഡിന് അതിൻ്റെ മുകളിൽ വേറെ ഒന്നിൽ കൂടുതൽ നോഡുകളിൽ നിന്നൊരു റിലേഷൻ ഇങ്ങോട്ട് വരാം. അപ്പോൾ ഇതുപോലെ ഒന്നിൽ കൂടുതൽ പാരൻസ് എന്നൊരു റിലേഷൻ നമുക്ക് ഹൈറാർക്കിക്കൽ ഡേറ്റ മോഡലിൽ അലൗഡ് അല്ല. അതേസമയം ഗ്രാഫ് ആവുന്ന സമയത്ത്, അല്ലെങ്കിൽ നെറ്റ്വർക്ക് ഡേറ്റ മോഡലിൽ ഇതുപോലെയുള്ള റിലേഷൻഷിപ്പുകളൊക്കെ അലൗഡാണ്. ഇത് ഈ നോഡിന് ഇതിൻ്റെ മുകളിൽ ഈ നോഡായിട്ടും ഈ നോഡായിട്ട് റിലേഷൻഷിപ്പ് ഉണ്ട്, അതുപോലെ തന്നെ താഴെ 2 നോഡ്സായിട്ട് റിലേഷൻഷിപ്പ് ഉണ്ട്. അപ്പോൾ അതൊരു 1 to many റിലേഷൻഷിപ്പ് മാത്രമല്ല, ഒരു many to many റിലേഷൻഷിപ്പുകളൊക്കെ ഇങ്ങനെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. So it is based on graph data structure and it represents non-hierarchical relationships. Non-hierarchical ആയിട്ടുള്ള റിലേഷൻഷിപ്പുകൾ റെപ്രസെൻറ്റ് ചെയ്യാൻ നെറ്റ്വർക്ക് മോഡലിൽ നമുക്ക് പറ്റും. It can handle 1 to 1, 1 to many, many to 1 and many to many relationships. So it uses 2 different data structures, records and sets. റെക്കോർഡ്, സെറ്റ്, ഇങ്ങനെ 2 ഡേറ്റ സ്ട്രക്ചേഴ്സാണ് നമ്മുടെ നെറ്റ്വർക്ക് മോഡലിൽ യൂസ് ചെയ്യുന്നത്. നമ്മൾ ഹൈറാർക്കിക്കൽ ഡേറ്റ മോഡലിൽ നമ്മൾ റെക്കോർഡ്സ് പറഞ്ഞു, അതുതന്നെയാണ് ഇവിടെയും റെക്കോർഡ് എന്ന് പറഞ്ഞിട്ടുള്ള കൺസെപ്റ്റ്. അവിടെ അതേ സമയത്ത് നമുക്കൊരു പാരൻറ്റ് ചൈൽഡ് റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു. അതിന് പകരം നെറ്റ്വർക്ക് മോഡലിൽ റിലേഷൻഷിപ്പ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് സെറ്റുകളായിട്ടാണ്. ഒരു പാരൻറ്റ് ചൈൽഡ് റിലേഷൻഷിപ്പാണ്. ഇവിടെ പാരൻറ്റ് ചൈൽഡ് അങ്ങനെ ഒരു കോൺസെപ്റ്റ് നെറ്റ്വർക്ക് ഡേറ്റ മോഡലിലില്ല. സോ ദി ഡേറ്റ ഇസ് സ്റ്റോർഡ് ഇൻ റെക്കോർഡ്സ് ആയിട്ടാണ് ഡേറ്റ സ്റ്റോർ ചെയ്യുക. നമ്മൾ ഹൈറാർക്കിക്കൽ ഡേറ്റ മോഡലിൽ പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ ഒരു സ്റ്റുഡൻറ്റിനെ എടുക്കുകയാണെങ്കിൽ സ്റ്റുഡൻറ്റിൻ്റെ പേരുണ്ട്, ദെൻ റോൾ നമ്പറോ മേജർ ഡിപ്പാർട്ട്മെൻറ്റ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് സ്റ്റുഡൻറ്റിന് കുറേ ആട്രിബ്യൂട്ട്സ് ഉണ്ടായിരിക്കും. ഇതൊക്കെ വെച്ചിട്ടുള്ള റെക്കോർഡുകളായിട്ടായിരിക്കും ഡേറ്റ സ്റ്റോർ ചെയ്യുക. സോ ഈച്ച് റെക്കോർഡ് കൺസിസ്റ്റ് ഓഫ് ഗ്രൂപ്പ് ഓഫ് റിലേറ്റഡ് ഡേറ്റ വാല്യൂസ്. റെക്കോർഡ്സ് ആർ ക്ലാസിഫൈഡ് ഇൻ ടു റെക്കോർഡ് ടൈപ്സ്. അപ്പോൾ അവിടെ നമ്മളൊരു എക്സാമ്പിൾ പറഞ്ഞിരുന്നു. ഇപ്പോൾ ദിവ്യ എന്നൊരു സ്റ്റുഡൻറ്റ്, റോൾ നമ്പർ 101, ഡിപ്പാർട്ട്മെൻറ്റ് മാത്തമാറ്റിക്സ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളൊരു എക്സാമ്പിൾ പറഞ്ഞില്ലേ, അത് തന്നെയാണ് ഇവിടെ ഒരു റെക്കോർഡ് എന്ന് പറഞ്ഞത്. അപ്പോൾ ഇതൊരു റെക്കോർഡാണ്. അപ്പോൾ ഒരു റെക്കോർഡിനകത്ത് കുറേ റിലേറ്റഡ് വാല്യൂസാണ് ഉണ്ടാവുക. ഒരേപോലെയുള്ള റെക്കോർഡ്സ് നമ്മൾ ഗ്രൂപ്പ് ചെയ്തിട്ട് റെക്കോർഡ് ടൈപ്പ് ഉണ്ടാക്കും. അതിപ്പോൾ നമ്മൾ ദിവ്യ എന്ന് പറഞ്ഞിട്ടൊരു റെക്കോർഡുണ്ട്, അതുപോലെ വേറൊരു സ്റ്റുഡൻറ്റിൻ്റെ റെക്കോർഡുണ്ട്. ഇങ്ങനെ കുറേ സ്റ്റുഡൻസിൻ്റെ റെക്കോർഡ്സ് ഉണ്ടെങ്കിൽ ഇതെല്ലാം കൂടെ ഗ്രൂപ്പ് ചെയ്തിട്ട് നമ്മൾ റെക്കോർഡ് ടൈപ്പ് സ്റ്റുഡൻറ്റ് എന്ന് ഉണ്ടാക്കണം. ഇതൊക്കെ ഹൈറാർക്കിക്കൽ ഡേറ്റ മോഡലിൽ പറഞ്ഞ പോലെ തന്നെ. എ റെക്കോർഡ് ടൈപ്പ് ഡിസ്ക്രൈബ്സ് ദി സ്ട്രക്ചർ ഓഫ് എ ഗ്രൂപ്പ് ഓഫ് റെക്കോർഡ്സ് ദാറ്റ് സ്റ്റോർ ദി സെയിം ടൈപ്പ് ഓഫ് ഇൻഫർമേഷൻ. അപ്പോൾ ഒരേ ടൈപ്പ് ഇൻഫർമേഷൻ സ്റ്റോർ ചെയ്യുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് റെക്കോർഡ്സിനെ ചേർത്തിട്ടാണ് നമ്മൾ ഒരു റെക്കോർഡ് ടൈപ്പ് ഉണ്ടാക്കുന്നത്. ആ ഗ്രൂപ്പ് ഓഫ് റെക്കോർഡ്സിനെ ഡിസ്ക്രൈബ് ചെയ്യുന്നതാണ് ഒരു റെക്കോർഡ് ടൈപ്പ് എന്ന് പറഞ്ഞാൽ. ആൻഡ് ഈച്ച് റെക്കോർഡ് ടൈപ്പ് ഹാസ് എ നെയിം. നമ്മൾ നേരത്തെ ഇപ്പോൾ സ്റ്റുഡൻറ്റ് എന്ന് പറഞ്ഞില്ലേ, അതാണ് അതിൻ്റെ റെക്കോർഡ് ടൈപ്പിൻ്റെ നെയിം. ആൻഡ് ഈച്ച് ഡേറ്റ ഐറ്റം ഓർ ആട്രിബ്യൂട്ട് ഓഫ് എ റെക്കോർഡ് ടൈപ്പ് ഹാസ് എ നെയിം ആൻഡ് എ ഫോർമാറ്റ്. അതായത് ഇപ്പോൾ സ്റ്റുഡൻ്റ് ആണെങ്കിൽ സ്റ്റുഡൻറ്റിന് നെയിം ഉണ്ട്, റോൾ നമ്പർ ഉണ്ട്, ഇങ്ങനെ
കുറേ കാര്യങ്ങളുണ്ട്. ഇതൊക്കെയാണ് സ്റ്റുഡൻറ്റ് എന്ന് പറഞ്ഞ റെക്കോർഡ് ടൈപ്പിൻ്റെ ആട്രിബ്യൂട്ട്. ഓരോ ആട്രിബ്യൂട്ടിനും ഒരു ഫോർമാറ്റ് അല്ലെങ്കിൽ ഡേറ്റ ടൈപ്പ് ഉണ്ട്. ഇപ്പോൾ നെയിം ആണെങ്കിൽ നമ്മൾ പറയണത് ക്യാരക്ടറാണ്, അപ്പോൾ ഒരു 20 ക്യാരക്ടേഴ്സ് വരെ വരാം. റോൾ നമ്പർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു ഇൻറ്റീജറാണ് അല്ലെങ്കിൽ അതൊരു നമ്പറാണ്, അപ്പോൾ 3 ഡിജിറ്റ്സ് വരെ വരാം. ഇതുപോലെ നമ്മൾക്കിങ്ങനെ ഓരോ ഫോർമാറ്റ് അല്ലെങ്കിൽ ഡേറ്റ ടൈപ്പൊക്കെ ഡിഫൈൻ ചെയ്തിരിക്കും ഓരോ റെക്കോർഡ് ടൈപ്പിനും. ഇത് ഓരോ റെക്കോർഡ് ടൈപ്പിനും ഓരോ നെയിം ഉണ്ട്. ആ റെക്കോർഡ് ടൈപ്പിന് കുറേ ആട്രിബ്യൂട്ട്സ് ഉണ്ടായിരിക്കും. ആട്രിബ്യൂട്ട്സിന് ഓരോ ആട്രിബ്യൂട്ടിനും നെയിമും ഡേറ്റ ടൈപ്പും ഉണ്ടാവും. Then a set is used to represent a directed relationship between two record types, the owner record type and a member record type. അപ്പോൾ ഒരു റെക്കോർഡ്സ് തമ്മിലുള്ള റിലേഷൻഷിപ്പ്, അല്ലെങ്കിൽ റെക്കോർഡ് ടൈപ്സ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് സെറ്റ്സ് ആയിട്ടാണ്. അപ്പോൾ ഒരു സെറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഡയറക്റ്റഡ് റിലേഷൻഷിപ്പ് റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഡയറക്റ്റഡ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ 2 റെക്കോർഡ് ടൈപ്സ്, 2 തരം റെക്കോർഡ് ടൈപ്സാണ് ഉണ്ടാവുക. ഒരു ഓണർ റെക്കോർഡ് ടൈപ്പും ഒരു മെമ്പർ റെക്കോർഡ് ടൈപ്പും. A set type has a name and specifies a one-to-many relationship between the owner and member record types. അപ്പോൾ ഒരു സെറ്റ് ടൈപ്പ് എന്ന് പറഞ്ഞാൽ അതിനൊരു നെയിം ഉണ്ടെന്ന് പറഞ്ഞു. അതൊരു 1-to-many റിലേഷൻഷിപ്പിനെയാണ് കാണിക്കുന്നത് ബിറ്റ്വീൻ ഓണർ ആൻഡ് മെമ്പർ റെക്കോർഡ് ടൈപ്സ്. അത് 1-to-many റിലേഷൻഷിപ്പ് എന്ന് പറയാൻ കാര്യം, നമുക്കിപ്പോൾ ഒരു ഓണറുണ്ട്, ഒരു മെമ്പറുണ്ട്. അപ്പോൾ നമ്മളിതിൻ്റെ ഒരു ഇൻസ്റ്റൻസ് എടുക്കുകയാണെങ്കിൽ ഒരു ഓണറിൻ്റെ അണ്ടറിൽ കുറേ മെമ്പർ ഇൻസ്റ്റൻസസ് ഉണ്ടായിരിക്കും. അതുകൊണ്ടാണ് അതൊരു 1-to-many റിലേഷൻഷിപ്പാണെന്ന് പറയുന്നത്. എ സെറ്റ് ടൈപ്പ് ഹാസ് 1 ഓണർ റെക്കോർഡ് ടൈപ്പ് ആൻഡ് ക്യാൻ ഹാവ് മോർ ദാൻ 1 റെക്കോർഡ് ടൈപ്പ് ആസ് മെമ്പേഴ്സ്. അപ്പോൾ ഒരു സെറ്റ് ടൈപ്പിൽ ഒരു ഓണർ റെക്കോർഡും ഒന്നിൽ കൂടുതൽ റെക്കോർഡ് ടൈപ്സ് മെമ്പേഴ്സായിട്ടും വരാം. അപ്പോൾ ഇതൊരു സെറ്റ് ടൈപ്പിന് എക്സാമ്പിളാണ്. അപ്പോൾ ഇവിടെ ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറഞ്ഞിട്ടൊരു റെക്കോർഡ് ടൈപ്പ് ഉണ്ട്, സ്റ്റുഡൻറ്റ് എന്ന് പറഞ്ഞിട്ടൊരു റെക്കോർഡ് ടൈപ്പ് ഉണ്ട്. ഇവർ തമ്മിലുള്ള ഒരു 1-to-many റിലേഷൻഷിപ്പാണിത്. മേജർ ഡിപ്പാർട്ട്മെൻറ്റ് എന്നാണ് നമ്മൾ ആ റിലേഷൻഷിപ്പിന് പേര് കൊടുത്തത്. ഈ ഒരു പേരാണ് നമ്മുടെ സെറ്റ് ടൈപ്പിന് നമ്മൾ കൊടുക്കുന്ന പേര്. അതായത് മേജർ ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറഞ്ഞിട്ടൊരു സെറ്റ് ടൈപ്പ് ഉണ്ട്. അതിൻ്റെ ഓണർ എന്ന് പറയുന്നത് ഡിപ്പാർട്ട്മെൻറ്റ് റെക്കോർഡ് ടൈപ്പാണ്. അതിലെ മെമ്പർ എന്ന് പറയുന്നത് സ്റ്റുഡൻറ്റ് റെക്കോർഡ് ടൈപ്പാണ്. അപ്പോൾ നമ്മളിപ്പോൾ മാത്തമാറ്റിക്സ് ഒരു ഡിപ്പാർട്ട്മെൻറ്റ് എടുക്കുകയാണെങ്കിൽ ആ ഡിപ്പാർട്ട്മെൻറ്റിൽ കുറേ സ്റ്റുഡൻസ് ഉണ്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളവിടെ ഒരു ഇൻസ്റ്റൻസ് ഓഫ് ഡിപ്പാർട്ട്മെൻറ്റ് എടുത്താൽ അതിനകത്ത് കുറേ ഇൻസ്റ്റൻസസ് ഓഫ് സ്റ്റുഡൻറ്റ് ഉണ്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഒരു 1-to-many റിലേഷൻഷിപ്പ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഇതും ഹൈറാർക്കിക്കൽ ഡേറ്റ മോഡലും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ, ഹൈറാർക്കിക്കൽ ഡേറ്റ മോഡൽ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ, ഇത് സ്റ്റുഡൻറ്റിൻ്റെ പാരൻ്റായിട്ട് ഡിപ്പാർട്ട്മെൻറ്റ് വന്നാൽ ആ ഒരൊറ്റ പാരൻ്റേ ഉണ്ടാവുള്ളൂ. അതേസമയം ഇവിടെ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ സ്റ്റുഡൻറ്റിൻ്റെ ഓണറായിട്ട് ഇതൊരു സെറ്റ് ടൈപ്പാണ് മേജർ ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറഞ്ഞത്. ഇനി വേറൊരു സെറ്റ് ടൈപ്പും കൂടെ ഉണ്ടാവാം, അതിലും സ്റ്റുഡൻറ്റ് മെമ്പറായിട്ട് വരാം. ഇപ്പോൾ ഞാനിവിടെ ഇൻസ്ട്രക്ടർ എന്ന് പറഞ്ഞിട്ട് ഒരു റെക്കോർഡ് ടൈപ്പ്, ഈ ഇൻസ്ട്രക്ടർ എന്ന് പറഞ്ഞ റെക്കോർഡ് ടൈപ്പിൻ്റെ അണ്ടറിലും ആര് വരാം, സ്റ്റുഡൻറ്റ് വരാം. അപ്പോൾ ഇതൊരു സെറ്റ് ടൈപ്പാണ്. ഈ സെറ്റ് ടൈപ്പിൻ്റെ ഓണർ എന്ന് പറഞ്ഞാൽ ഇൻസ്ട്രക്ടറാണ്, അതിൻ്റെ മെമ്പർ എന്ന് പറഞ്ഞാൽ സ്റ്റുഡൻ്റാണ്. അപ്പോൾ ഒന്നിൽ കൂടുതൽ സെറ്റ് ടൈപ്പുകളിൽ ഈ ഒരു സ്റ്റുഡൻറ്റിന് മെമ്പറായിട്ട് വരാം. ഈ ഡേറ്റാബേസ് could have one or more set occurrences corresponding to a set type. അപ്പോൾ ഒരു സെറ്റ് ടൈപ്പ് നമ്മൾ ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞാൽ, അതായത് ഇപ്പോൾ ഇവിടെ നമ്മൾ മേജർ ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുന്നതൊരു സെറ്റ് ടൈപ്പാണ്. അങ്ങനെ ഒരു സെറ്റ് ടൈപ്പ് നമ്മൾ ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഡേറ്റാബേസിനകത്ത് ഒന്നോ അതിൽ കൂടുതലോ ഇൻസ്റ്റൻസസ് ഉണ്ടാവാം ഈ ഒരു സെറ്റ് ടൈപ്പിൻ്റെ. അതായത് ഇതിൽ ഒരു ഇൻസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ മാത്തമാറ്റിക്സ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അണ്ടറിൽ വരുന്ന സ്റ്റുഡൻസിനൊക്കെ വെച്ചിട്ട് ഒരു ഇൻസ്റ്റൻസ്, അത് കഴിഞ്ഞിട്ട് ഫിസിക്സ് ഡിപ്പാർട്ട്മെൻറ്റും അതിൻ്റെ അണ്ടറിൽ വരുന്ന സ്റ്റുഡൻസും വെച്ചിട്ട് അടുത്ത ഇൻസ്റ്റൻസ് അല്ലെങ്കിൽ അടുത്ത ഒക്കറൻസ്. അപ്പോൾ നമുക്ക് ഒന്നോ അതിലധികമോ ഒക്കറൻസസ് ഓരോ സെറ്റ് ടൈപ്പിനും കറസ്പോണ്ടിങ് ആയിട്ട് ഒരു ഡേറ്റാബേസിൽ ഉണ്ടാവാം. എ സെറ്റ് ഒക്കറൻസസ് കമ്പോസ്ഡ് ഓഫ് 1 ഓണർ റെക്കോർഡ് ഫ്രം ദി ഓണർ റെക്കോർഡ് ടൈപ്പ് ആൻഡ് എ നമ്പർ ഓഫ് റിലേറ്റഡ് മെമ്പർ റെക്കോർഡ്സ് 0 or more ഫ്രം ദി മെമ്പർ റെക്കോർഡ് ടൈപ്പ്. ഇപ്പോൾ നേരത്തെ പറഞ്ഞത് തന്നെ, ഇപ്പോൾ മാത്തമാറ്റിക്സ് എന്ന് പറഞ്ഞ ഡിപ്പാർട്ട്മെൻറ്റ് എടുക്കുകയാണെങ്കിൽ ഇതിൽ ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുന്നതാണ് നമ്മുടെ ഓണർ റെക്കോർഡ് ടൈപ്പ്, അതിൻ്റെ ഒരു ഒക്കറൻസാണ് മാത്തമാറ്റിക്സ്. ഇതിൻ്റെ താഴെ കുറേ സ്റ്റുഡൻസ് വരും. ഇനി വേറൊരു സെറ്റ് ഒക്കറൻസ് എന്ന് പറഞ്ഞാൽ ഫിസിക്സ് എന്ന് പറയുന്നത് ഒരു ഡിപ്പാർട്ട്മെൻറ്റ് ഡേറ്റ ടൈപ്പിൻ്റെ അല്ലെങ്കിൽ റെക്കോർഡ് ടൈപ്പിൻ്റെ ഒരു ഇൻസ്റ്റൻസ് ആണ്, അതിൻ്റെ അണ്ടറിൽ കുറേ സ്റ്റുഡൻസ് വരാം. അപ്പോൾ ഒരു സെറ്റ് ഒക്കറൻസ് എന്ന് പറഞ്ഞിട്ട്, ഇതൊരു സെറ്റ് ഒക്കറൻസ് ആണ്, ഇത് വേറൊരു സെറ്റ് ഒക്കറൻസ് ആണ്. അപ്പോൾ ഒരു സെറ്റ് ഒക്കറൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓണർ റെക്കോർഡിൻ്റെ ഒരു ഇൻസ്റ്റൻസും അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള മെമ്പർ റെക്കോർഡ്സും, അങ്ങനെയാണ് നമ്മൾ ഒരു സെറ്റ് ഒക്കറൻസ് എന്ന് പറയും. എ റെക്കോർഡ് ഫ്രം ദി മെമ്പർ റെക്കോർഡ് ടൈപ്പ് കനോട്ട് എക്സിസ്റ്റ് ഇൻ മോർ ദാൻ 1 സെറ്റ് ഒക്കറൻസ് ഓഫ് എ പെർട്ടിക്കുലർ സെറ്റ് ടൈപ്പ്. അപ്പോൾ ഇവിടെ നമ്മൾ എടുത്തിരിക്കുന്ന സെറ്റ് ടൈപ്പ് എന്ന് പറഞ്ഞാൽ മേജർ ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറഞ്ഞിരിക്കുന്ന സെറ്റ് ടൈപ്പാണ്.
ഈ മേജർ ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറഞ്ഞ സെറ്റ് ടൈപ്പിൻ്റെ ഒരു ഇൻസ്റ്റൻസാണ് ഇത് അതിൻ്റെ വേറെ ഇൻസ്റ്റൻസാണ്. അപ്പോൾ നമ്മൾ ഒരു സ്റ്റുഡൻറ്റിനെ എടുക്കുകയാണെങ്കിൽ ആ സ്റ്റുഡൻറ്റ് ഈ ഇൻസ്റ്റൻസിലും കൂടെ വരരുത്. ഏതെങ്കിലും ഒരു ഇൻസ്റ്റൻസ് ഓഫ് എ പെർട്ടിക്കുലർ സെറ്റ് ടൈപ്പ്, അതിൽ മാത്രമേ ഒരു മെമ്പർ ഇൻസ്റ്റൻസ് വരുള്ളൂ. മെമ്പർ റെക്കോർഡ് ടൈപ്പിന് ഇൻസ്റ്റൻസ് വരുള്ളൂ. അതേസമയം അതേ സ്റ്റുഡൻറ്റിന് തന്നെ വേറൊരു സെറ്റ് ടൈപ്പിൻ്റെ ഇൻസ്റ്റൻസിൽ വരാം. അതായത് ഇവിടെ ഈ സ്റ്റുഡൻറ്റ് തന്നെ നമുക്ക് 2 സെറ്റ് ടൈപ്പിലുണ്ട്. ഇൻസ്ട്രക്ടറും സ്റ്റുഡൻറ്റും തമ്മിലുള്ള ഒരു സെറ്റ് ഉണ്ട്, ഡിപ്പാർട്ട്മെൻറ്റും സ്റ്റുഡൻറ്റും തമ്മിലുള്ളൊരു സെറ്റ് ഉണ്ട്. അപ്പോൾ ഈ 2 സെറ്റിലെ മെമ്പറാണ് ഈ സ്റ്റുഡൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഡിപ്പാർട്ട്മെൻറ്റ് സ്റ്റുഡൻറ്റ് എന്ന് പറഞ്ഞാൽ ഈ സെറ്റ് ടൈപ്പിൻ്റെ, അതായത് മേജർ ഡിപ്പാർട്ട്മെൻറ്റ് നമ്മൾ പേര് കൊടുത്തിരിക്കുന്ന ഈ സെറ്റ് ടൈപ്പിൻ്റെ ഇൻസ്റ്റൻസിൽ ഒരു സ്റ്റുഡൻറ്റ് വരാം. അപ്പോൾ ദിവ്യ എന്ന് പറഞ്ഞ സ്റ്റുഡൻറ്റ് ഇതിൻ്റെ ഒരു ഇൻസ്റ്റൻസിലും വരാം. അതുപോലെ ഈ ഒരു സെറ്റ് ടൈപ്പ് ഇൻസ്ട്രക്ടർ ടു സ്റ്റുഡൻറ്റ്, ഈ ഒരു സെറ്റ് ടൈപ്പിൻ്റെ ഇൻസ്റ്റൻസിലും ദിവ്യ എന്ന് പറഞ്ഞ സ്റ്റുഡൻറ്റ് വരാം. അതേസമയം ഫിസിക്സ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഇൻസ്റ്റൻസിലും മാത്സ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഇൻസ്റ്റൻസിലും ഒരേ സ്റ്റുഡൻറ്റ് വരാൻ പറ്റില്ല. അതാണ് ഈ പറഞ്ഞതിനർത്ഥം. അതായത് ഒരു സെറ്റ് ടൈപ്പിൻ്റെ ഡിഫറെൻറ്റ് ഇൻസ്റ്റൻസസിൽ ഒരേ മെമ്പർ തന്നെ വരാൻ പാടില്ല. അതേസമയം ഡിഫറെൻറ്റ് സെറ്റ് ടൈപ്സിൻ്റെ ഇൻസ്റ്റൻസസിൽ ഒരേ മെമ്പർ വരാം. അതായത് ഒരേ മെമ്പർ ഇൻസ്റ്റൻസ് വരാം. അപ്പോൾ ഇതൊരു സെറ്റ് ഇൻസ്റ്റൻസിന് എക്സാമ്പിളാണ്. ഇപ്പോൾ കമ്പ്യൂട്ടർ സയൻസ് എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെൻറ്റ്, ആ ഡിപ്പാർട്ട്മെൻറ്റിനകത്ത് കുറേ സ്റ്റുഡൻസ്. അപ്പോൾ ഇങ്ങനെയായിരിക്കും നമ്മുടെ ഒരു ഇൻസ്റ്റൻസ് ഉണ്ടാവുക. അപ്പോൾ ഇതിൽ ഓണർ റെക്കോർഡ് ടൈപ്പ് എന്ന് പറഞ്ഞാൽ ഡിപ്പാർട്ട്മെൻറ്റ്, അതിൻ്റെ ഒരു ഇൻസ്റ്റൻസാണ് കമ്പ്യൂട്ടർ സയൻസ്. ഇവിടെ മെമ്പർ റെക്കോർഡ് ടൈപ്പ് എന്ന് പറഞ്ഞാൽ സ്റ്റുഡൻറ്റ്, ആ സ്റ്റുഡൻറ്റിൻ്റെ കുറേ ഇൻസ്റ്റൻസസ് ആണ് മെമ്പർ റെക്കോർഡ്സ് ആയിട്ട് വരുന്നത്. ദെൻ ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് നെറ്റ്വർക്ക് ഡേറ്റ മോഡൽ. അതായത് ഇപ്പോൾ നമ്മൾ ഇത്രയും പറഞ്ഞത് നെറ്റ്വർക്ക് ഡേറ്റ മോഡൽ എന്ന് പറഞ്ഞ കോൺസെപ്റ്റാണ്. ഇനി അതിനെ എങ്ങനെയാണ് റിയലായിട്ട് നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുക? ദി ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് 1-to-many റിലേഷൻഷിപ്പ് ഓഫ് എ സെറ്റ് ഇസ് റെപ്രസെൻറ്റഡ് ബൈ ലിങ്കിങ് ദി മെമ്പേഴ്സ് ഓഫ് എ ഗിവൺ ഒക്കറൻസ് ഓഫ് എ സെറ്റ് ടു ദി ഓണർ റെക്കോർഡ് ഒക്കറൻസ്. അതായത് നമ്മളൊരു 1-to-many റിലേഷൻഷിപ്പ് എങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുക എന്നാണ് പറയണത്. അതായത് ഇപ്പോൾ നമ്മൾ കാണിച്ച ഇതൊരു 1-to-many റിലേഷൻഷിപ്പാണ്. ഇത് കമ്പ്യൂട്ടർ സയൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഡിപ്പാർട്ട്മെൻറ്റ്, ആ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അണ്ടറിലുള്ള മെനി സ്റ്റുഡൻസ്. അപ്പോൾ ഇങ്ങനെ ഒരു റിലേഷൻഷിപ്പിനെ എങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുക? മേ ബി ഇംപ്ലിമെൻറ്റഡ് യൂസിങ് എ ലിങ്ക്ഡ് ലിസ്റ്റ്. ഒരു ലിങ്ക്ഡ് ലിസ്റ്റ് വെച്ചിട്ടായിരിക്കാം ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്യണത്. അപ്പോൾ അത് ഒരു തരം ഇംപ്ലിമെൻറ്റേഷനാണ് ലിങ്ക്ഡ് ലിസ്റ്റ് വെച്ചിട്ടുള്ളതെന്ന് പറഞ്ഞാൽ. അതായത് നമ്മുടെ കമ്പ്യൂട്ടർ സയൻസ് എന്ന് പറഞ്ഞ ഒരു റെക്കോർഡ്, അതായത് ഒരു ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഇൻസ്റ്റൻസ്, അതതിൻ്റെ പേര് മാത്രമാണ്, പിന്നെയും കുറേ വാല്യൂസ് അവിടെ ഉണ്ടാവും. ഡിപ്പാർട്ട്മെൻറ്റ് നെയിമാണ്, അതിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് നമ്പറോ എന്തെങ്കിലും ഡീറ്റെയിൽസൊക്കെ ആണെങ്കിൽ അതെല്ലാം ഉണ്ട്. ഇതാണ് നമ്മുടെ ഓണർ റെക്കോർഡ്. ഈ റെക്കോർഡിൻ്റെ എൻഡിൽ നിന്ന് ഒരു ലിങ്ക് ഉണ്ടായിരിക്കും അടുത്ത റെക്കോർഡിലേക്ക്, ഇതിലെ ഫസ്റ്റ് മെമ്പർ റെക്കോർഡിലേക്ക്. അതായത് ഇപ്പോൾ ഫസ്റ്റ് സ്റ്റുഡൻറ്റ് ഞാൻ എടുക്കുകയാണ്. അപ്പോൾ സ്റ്റുഡൻറ്റിന് ഒരു നെയിം ഉണ്ട്. ഇപ്പം നമ്മൾ പറഞ്ഞ ദിവ്യ എന്ന് പറഞ്ഞ സ്റ്റുഡൻറ്റ് സപ്പോസ് കമ്പ്യൂട്ടർ സയൻസ് ഡിപ്പാർട്ട്മെൻറ്റിലാണെന്നിരിക്കുക. അപ്പോൾ ആ സ്റ്റുഡൻറ്റിൻ്റെ പേരുണ്ട്, വേറെ കുറേ ഡീറ്റെയിൽസും ഉണ്ട്. ഇതിൻ്റെ എൻഡിൽ നിന്ന് വീണ്ടും ഒരു ലിങ്ക് ഉണ്ടാവും. ആ ലിങ്കിലാണ് അടുത്ത റെക്കോർഡ് വരുന്നത്, അടുത്ത സ്റ്റുഡൻറ്റ്, സ്റ്റുഡൻറ്റ് 2. സ്റ്റുഡൻറ്റ് 2ൻ്റെ ഡീറ്റെയിൽസൊക്കെ ഉണ്ട്. അവിടുന്ന് ഒരു ലിങ്ക് ഉണ്ട് അടുത്ത റെക്കോർഡിലേക്ക്, അടുത്ത മെമ്പർ റെക്കോർഡിലേക്ക്. ഇങ്ങനെ റെക്കോർഡ്സ് നമ്മളിങ്ങനെ ലിങ്ക് ചെയ്ത് പോകും. അങ്ങനെ ലാസ്റ്റ് റെക്കോർഡിൽ നിന്ന് തിരിച്ച് നമ്മുടെ ഓണർ റെക്കോർഡിലേക്ക് ഒരു ലിങ്ക് ഉണ്ടാവും. ഇങ്ങനെ ഒരു ലിങ്ക്ഡ് ലിസ്റ്റായിട്ടായിരിക്കും ഒരു 1-to-many റിലേഷൻഷിപ്പ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുക. അതായത് അത് സ്റ്റാർട്ട് ചെയ്യണത് ആ ഓണർ റെക്കോർഡ് ടൈപ്പിലാണ്. എന്നിട്ട് ഓരോരോ മെമ്പറിലൂടെ കടന്നു പോയി തിരിച്ച് ലാസ്റ്റ് മെമ്പറിന് തിരിച്ച് ഓണർ റെക്കോർഡിലേക്ക് തന്നെ ഒരു പോയിൻ്റർ ഉണ്ടായിരിക്കും. A list starts at the owner record occurrence and links all the member record occurrences with the pointer in the last member record occurrence leading back to the owner record. ഈ രീതിയിൽ നമുക്കൊരു 1-to-many റിലേഷൻഷിപ്പ് റെപ്രസെൻറ്റ് ചെയ്യാം. അപ്പോൾ ഇതുപോലെയാണ് ഒരു 1-to-many റിലേഷൻഷിപ്പ് റെപ്രസെൻറ്റ് ചെയ്യുക. അപ്പോൾ ഒരു many-to-many റിലേഷൻഷിപ്പ് പക്ഷേ നമുക്ക് ഇത് വെച്ച് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം നമുക്ക് ഓരോ റെക്കോർഡിൻ്റെ എൻഡിലും ഒരൊറ്റ പോയിൻ്റർ വെച്ചിട്ടേ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മളിങ്ങനെ many-to-many റിലേഷൻഷിപ്പൊക്കെ റെപ്രസെൻറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ പല ഡ്യൂപ്ലിക്കേറ്റ് റെക്കോർഡുകളൊക്കെ വെച്ചിട്ടായിരിക്കും കേട്ടോ റെപ്രസെൻറ്റ് ചെയ്യുക. അപ്പോൾ ഇംപ്ലിമെൻറ്റേഷൻ എന്ന് പറയുന്നത് കുറച്ച് ടഫാണ്. നമ്മൾ ആ കോൺസെപ്റ്റ് പറഞ്ഞ അത്രയും സിമ്പിളായിട്ട് നമുക്കതിനെ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റില്ല. So the advantages of network data model. Simplicity is the first advantage. Simplicity എന്ന് പറഞ്ഞാൽ the simplicity in the concept. ആ നെറ്റ്വർക്ക് ഡേറ്റ മോഡൽ എന്ന് പറഞ്ഞിരിക്കുന്ന കോൺസെപ്റ്റ് അത് സിമ്പിളാണ്.
ഇത് ലോജിക്കലി ഇറ്റ് ഈസ് വെരി സിമ്പിൾ. ദെൻ എബിലിറ്റി ടു ഹാൻഡിൽ മോർ റിലേഷൻഷിപ്പ് ടൈപ്സ്. അതായത് നമ്മൾ ഹൈറാർക്കിക്കൽ ഡേറ്റ മോഡൽ പറഞ്ഞപ്പോൾ നമുക്കവിടെ 1 to many റിലേഷൻഷിപ്പ് മാത്രമേ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഇവിടെ 1 to many, many to many, many to 1 ഒക്കെ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. ഇത്തിരി കോംപ്ലക്സ് ആണെങ്കിലും നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. ഈസ് ഓഫ് ഡേറ്റ ആക്സസ്, അതായത് നമുക്ക് ഒരു ഡേറ്റ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സെറ്റിനകത്താണ് ഉണ്ടാവുക. അവിടെ ഓണർ റെക്കോർഡ് ടൈപ്സും അല്ല ഓണർ ഒക്കറൻസസും മെമ്പർ ഒക്കറൻസസ് ഒക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് ത്രൂ ഓണറും അല്ലെങ്കിൽ മെമ്പേഴ്സിന്, അതായത് ഒരു മെമ്പറിനെ വെച്ചിട്ട് നമുക്കൊരു സെറ്റിനെ ഐഡൻറ്റിഫൈ ചെയ്യാം, ഓണറിനെ വെച്ചിട്ടും ഒരു സെറ്റിനെ ഐഡൻറ്റിഫൈ ചെയ്യാം. അങ്ങനെയൊക്കെയുള്ളൊരു ഫ്ലെക്സിബിലിറ്റി ഇവിടെ ഉണ്ട്. അപ്പോൾ ഡേറ്റ ആക്സസ് ഇവിടെ എളുപ്പമാണ്. ദെൻ ഡേറ്റ ഇൻറ്റഗ്രിറ്റി, നോ മെമ്പർ ക്യാൻ എക്സിസ്റ്റ് വിത്തൗട്ട് ഓണർ. അപ്പോൾ ഒരു ഓണർ വഴിയാണ് ഒരു മെമ്പർ എക്സിസ്റ്റ് ചെയ്യണത്. അപ്പോൾ ഒരു ഓണർ ഇല്ലാതെ ഒരു മെമ്പറിന് എക്സിസ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് കൊണ്ട് അവിടെ ഒരു ഡേറ്റ ഇൻറ്റഗ്രിറ്റി കീപ്പ് ചെയ്യാൻ പറ്റും. ദെൻ ഡേറ്റ ഇൻഡിപെൻഡൻസ്, the application programs work independent of the data. Any changes made in the data characteristic do not affect the application program. അപ്പോൾ ഡേറ്റയും ആപ്ലിക്കേഷൻ പ്രോഗ്രാമും ഇൻഡിപെൻഡൻ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. ഡേറ്റ ക്യാരക്ടറിസ്റ്റിക്സ്, അതായത് ഡേറ്റ സ്റ്റോറേജ് ക്യാരക്ടറിസ്റ്റിക്സിലൊക്കെ എന്തെങ്കിലും ചേഞ്ചസ് വരുത്തിയാലും അത് നമ്മുടെ ആപ്ലിക്കേഷൻ പ്രോഗ്രാമിനെ അഫക്റ്റ് ചെയ്യില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അവിടെ ഒരു ഡേറ്റ ഇൻഡിപെൻഡൻസ് ഉണ്ടെന്ന് പറയാം. ദെൻ ഡേറ്റ ബേസ് സ്റ്റാൻഡേർഡ്സ്, ഈ ഒരു നെറ്റ്വർക്ക് ഡേറ്റ മോഡൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞു DBTG എന്ന് പറഞ്ഞിരിക്കുന്ന ഗ്രൂപ്പാണ് ഇത് ഫോർമലൈസ് ചെയ്തത്. അവർ കുറേ സ്റ്റാൻഡേർഡ്സൊക്കെ ഇതിന് വേണ്ടിയിട്ട് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു DML ആൻഡ് DDL ലാംഗ്വേജസ് ഒക്കെ ഉണ്ട്. അപ്പോൾ കുറച്ച് ഡേറ്റാബേസ് സ്റ്റാൻഡേർഡ്സ് ഫോളോ ചെയ്തുകൊണ്ടാണ് ഈ നെറ്റ്വർക്ക് ഡേറ്റ മോഡൽ ഉണ്ടാക്കിയിരിക്കുന്നത്. ദെൻ ദി ഡിസഡ്വാൻറ്റേജസ് ഓഫ് നെറ്റ്വർക്ക് ഡേറ്റ മോഡൽ. ഫസ്റ്റ് സിസ്റ്റം കോംപ്ലക്സിറ്റി, നമ്മൾ പറഞ്ഞു അത് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്. അതായത് ഇപ്പോൾ മെനി ടു മെനി റിലേഷൻഷിപ്പൊക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇംപ്ലിമെൻറ്റേഷൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്, ആ കോൺസെപ്റ്റ് സിമ്പിളാണെങ്കിലും. പിന്നെ ഇതിനകത്തുള്ള ഡേറ്റ ആക്സസ് എന്ന് പറയുന്നത് അത് എങ്ങനെയാണ് ഡേറ്റ അതിനകത്ത് ലിങ്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് അതനുസരിച്ചിട്ട് അതിൻ്റെ ആക്സസ് എങ്ങനെയാണെന്നുള്ളത് വ്യത്യാസം ഉണ്ടാകും. അപ്പോൾ പ്രോഗ്രാമേഴ്സും അല്ലെങ്കിൽ ഇത് ആക്സസ് ചെയ്യുന്ന യൂസേഴ്സിനൊക്കെ അതിൻ്റെ ആ ഒരു സ്ട്രക്ചർ എങ്ങനെയാണെന്ന് അറിയുന്നുണ്ടെങ്കിൽ മാത്രമേ അത് കറക്റ്റായിട്ട് ആക്സസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതൊരു കോംപ്ലക്സ് സിസ്റ്റം സ്ട്രക്ചറാണ്, ഡിസൈനാണ് അവിടെ വരുന്നത്. ദെൻ ലാക്ക് ഓഫ് സ്ട്രക്ചറൽ ഇൻഡിപെൻഡൻസ്, നമ്മൾ പറഞ്ഞു അവിടെ ഡേറ്റ ഇൻഡിപെൻഡൻസ് ഉണ്ടെന്ന്, പക്ഷേ ഇവിടെ സ്ട്രക്ചറൽ ഇൻഡിപെൻഡൻസ് ലാക്ക് ചെയ്യുന്നുണ്ട്. ആസ് ദി ആക്സസ് മെത്തേഡ് ഇസ് നാവിഗേഷണൽ മേക്കിംഗ് സ്ട്രക്ചറൽ ചേഞ്ചസ് ഇസ് ഡിഫിക്കൽട്ട്. ആക്സസ് മെത്തേഡ് നാവിഗേഷണലാണ്, അതായത് നമ്മുടെ ഒരു പാരൻറ്റ് റെക്കോർഡിൽ ചെന്നിട്ട് അവിടുന്ന് അടുത്ത ചൈൽഡിലേക്ക്, അവിടുന്ന് അടുത്ത ചൈൽഡിലേക്ക്, അങ്ങനെ ഒരു നാവിഗേഷണൽ മോഡലാണ് നമ്മൾ യൂസ് ചെയ്യണമെന്നുള്ളത് കൊണ്ട് എന്തെങ്കിലും ഒരു സ്ട്രക്ചറൽ ചേഞ്ച് വരുത്തിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ആക്സസ് മെത്തേഡും ചേഞ്ച് ചെയ്യേണ്ടി വരും. അപ്പോൾ അതുകൊണ്ടൊരു സ്ട്രക്ചറൽ ഇൻഡിപെൻഡൻസ് അവിടെ ഇല്ല. അതായത് സ്ട്രക്ചറൽ ചേഞ്ചസ് വരുത്തുമ്പോൾ അതിനനുസരിച്ചിട്ട് അത് ആക്സസ് ചെയ്യുന്ന പ്രോഗ്രാംസിലൊക്കെ ചേഞ്ചസ് വരും. അപ്പോൾ അതുകൊണ്ട് അവിടെ ഒരു സ്ട്രക്ചറൽ ഇൻഡിപെൻഡൻസ് ഇത് പ്രൊവൈഡ് ചെയ്യണില്ല. അപ്പോൾ അത് ഇതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജാണ്.